കരുണാകരൻ്റെ മകൾ BJP-യിലേക്ക് പോകുന്നത്. മുരളി സ്ഥാനാർത്ഥിയാണ്. അന്ന് മുരളിയുടെ പത്രസമ്മേളനമുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയ്ക്ക് എൻ്റെ ഉള്ളം പിടച്ചിട്ടാണ് ഞാൻ ആ വാർത്ത കാണുന്നത്. പക്ഷെ മുരളി പതറിയില്ല. ഒരു വേള പതറാതെ തള്ളിപ്പറഞ്ഞു സ്വന്തം പെങ്ങളെ. ആന്റണി ഇന്ത്യയിലെ 10 വർഷക്കാലം ചക്കരക്കുടമെന്ന് പറഞ്ഞൂടാ, അതിലുമപ്പുറം അഭിപ്രായ വ്യത്യാസം പലതും ഉണ്ടാകും AK ആന്റണിയോട് പലർക്കും. ഇന്നു വരെ അഴിമതിക്കാരനെന്ന് പറഞ്ഞില്ല. കോടാനു രൂപ കൈവെള്ളയിലൂടെ മറിഞ്ഞിട്ടും 10 ഉറുപ്പിക എടുത്തില്ല ആ മനുഷ്യൻ. പക്ഷേ അദ്ദേഹത്തിന്റെ വീട്ടിൽ തന്നെ ഇത് ഇഷ്ടമില്ലാത്ത ഒരുത്തൻ വളരുന്നുണ്ടായിരുന്നു, അനിൽ. അയാൾക്കിഷ്ടം കക്കുന്ന BJP-യാണ്, കക്കാത്ത ആന്റണിയെ അല്ല. അതുകൊണ്ട് കക്കുന്ന BJP-ന്റെ കൂടെ മൂപ്പര് പോയി. വാർദ്ധക്യത്തിലും ആന്റണി ഉറച്ച ശബ്ദത്തിൽ കഴിഞ്ഞ ആഴ്ചയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങൾക്കിടയിൽ മകനെ തള്ളിപ്പറഞ്ഞു. പിണറായി വിജയൻ പറയോ? പിണറായി വിജയൻ പറഞ്ഞല്ലോ, ആ PV ഞാനല്ല. എന്നാ പിന്നെ ഈ വീണ മോളല്ല എന്ന് പറയോ? പറയാൻ വയ്യല്ലോ. കാരണം എന്താണ്? അത് പിണറായിന്റെ മോളാണ്. MP ജയരാജൻ എന്താണ് MP ഗോവിന്ദന്റെ മോളല്ലല്ലോ. പക്ഷെ MP ഗോവിന്ദന് പറയാൻ പറ്റൂല. കാര്യം എന്ത്? മഹാരാജാവിന്റെ മോളാണ്. മഹാരാജാവ് കനിഞ്ഞില്ലെങ്കിൽ MP ഗോവിന്ദൻ ഇല്ല, അതുകൊണ്ട് പറയൂല. എന്നാ MP ഗോവിന്ദ, നിങ്ങൾ കേൾക്ക്. ഈ തട്ടിപ്പ് നടത്താൻ മുഖ്യമന്ത്രിയുടെ മകൾ വീണ കൊടുത്ത അഡ്രസ് കണ്ണൂരിലെ പിണറായി വിജയന്റെ വീട്ടഡ്രസ് അല്ല, AKG സെന്ററിന്റെ അഡ്രസ്സാണ്. അറിയോ നിങ്ങള്? എക്സാലോജിക് എന്ന കമ്പനിയിൽ കൊടുത്ത വീണയുടെ ഫ്രം അഡ്രസ് AKG സെന്റർ തിരുവനന്തപുരമാണ്. ഈ പൊന്നാനിയിലെ പാവപ്പെട്ട സഖാക്കൾ അവന്റെ വിയർപ്പ് കൊണ്ട് കെട്ടിപ്പടുത്ത രാഷ്ട്രീയ പാർട്ടിയുടെ ആഫീസാണ് കൊടുത്തത്. അപ്പൊ ഗോവിന്ദമാ പോറിയോ? തള്ളിപ്പറയോ? എവിടെ തള്ളി പറയാൻ? എന്നാൽ ഒരു ഉളുപ്പില്ലാതെ ഗോവിന്ദൻ തള്ളിപ്പറയും. ആരെ? പാനൂരിൽ ബോംബ് പൊട്ടിച്ച DYFI-ക്കാരെ ഒറ്റ തള്ളിപ്പറച്ചിലാണ്. എന്താ പറഞ്ഞത്? DYFI CPM-ന്റെ പോഷക സംഘടന അല്ല. ഭയങ്കര സംഭവമാണ്. നിങ്ങൾ ആലോചിച്ച്, ഇയാളൊക്കെ ഏത് കോത്താഴത്താണോ ജീവിക്കുന്നത്? ഇത്ര സുതാര്യമായ ഒരു കാലത്ത് DYFI CPM-ന്റെ പോഷക സംഘടന അല്ല എന്ന് പറഞ്ഞാൽ ലോകത്താരും വിശ്വസിക്കും. ആ കുട്ടികളെ കണ്ടാൽ തന്നെ അറിയില്ല വാപ്പങ്ങളാന്ന്. ആയിട്ടുകളുടെ കയ്യിലിരിപ്പും സ്വഭാവവും, ആ കയ്യിലെ ബോംബും മറ്റേ കയ്യിലെ കത്തിയൊക്കെ കണ്ടാറിവിടെ വാപ്പനെ കണ്ടാൽ ആ ഓരെ കണ്ടിട്ട് ഇത് കോൺഗ്രസ് ആണ്, ഇത് ലീഗാന്ന് ആരെയും പറയോ? പറയില്ലല്ലോ. ജനങ്ങൾക്ക് ആരെങ്കിലും വിഡ്ഢിയാക്കണത്? പണ്ടൊക്കെ സഖാക്കളെ വിഡ്ഢിയാക്കണ മാതിരിയാ നിങ്ങൾ ആരെ വിഡ്ഢിയാക്കണത്? ഒറ്റ അടിക്ക് തള്ളിപ്പറയാൻ സുഖാണ്. മക്കളൊന്നും അതിലില്ലല്ലോ. MP ഗോവിന്ദന്റെ മോൻ ബോംബ് ഉണ്ടാക്കൂലല്ലോ, പിണറായിന്റെ മോൻ ബോംബ് ഉണ്ടാക്കൂലല്ലോ. EP ജയരാജന്റെ, MV ജയരാജന്റെ, ശൈലജ ടീച്ചറുടെ, വിജയരാഘവന്റെ അവരുടെ മക്കളൊന്നും ബോംബ് ഉണ്ടാക്കൂല. അവരുടെ മക്കൾ പൈസ ഉണ്ടാക്കും, നാട്ടുകാരുടെ മക്കൾ ബോംബ് ഉണ്ടാക്കും. അവരുടെ മക്കൾ സുഖമായിട്ട് ജീവിക്കും, നാട്ടുകാരുടെ മക്കൾ ബോംബ് പൊട്ടി മരിക്കും. അല്ലേ? ഒരു സഖാവിന്റെ മോനുമില്ല, പുന്നാര സഖാവിന്റെ മോനുമില്ല. പിന്നെന്താ തള്ളി പറഞ്ഞാൽ? പക്ഷേ EP ജയരാജൻ അയാൾക്ക് സ്വതസിദ്ധമായ പൊട്ടത്തരമുള്ളത് കൊണ്ട് സത്യം പറഞ്ഞു പോകും. അദ്ദേഹം സത്യം പറഞ്ഞു. ഇന്നലെ എന്താ പറഞ്ഞത്? ജയിക്കാൻ പോണ പാർട്ടി എന്തിനാണ് ബോംബ് ഉണ്ടാക്കുന്നത്? സത്യല്ലേ? നിങ്ങൾ തോക്കാൻ പോകുന്നതാണ് ബോംബ് ഉണ്ടാക്കിയത്. ആർക്കറിയാത്തത്? നിങ്ങൾ തോക്കാൻ പോകുന്നതല്ല ബോംബ് ഉണ്ടാക്കുക. അതല്ലേ നിങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കണത്? അതല്ല ഉണ്ടാക്കണത്. ഞാൻ CPM-കാരോട് പറയുന്നത്, നിങ്ങൾ ആരെ കണ്ടും പഠിക്കണ്ട, മുരളിനെ കണ്ടു പഠിക്കണ്ട, നിങ്ങൾ ആന്റണിയെ കണ്ടു പഠിക്കണ്ട. നിങ്ങൾ മിനിമം VS അച്യുതാനന്ദനെ കണ്ടെങ്കിലും പഠിക്കുക. ആ മനുഷ്യനാണ് സ്വന്തം മകന്റെ പേരിൽ സാമ്പത്തിക ആരോപണം വന്നപ്പോ, അഴിമതി ആരോപണം വന്നപ്പോ 9 പേജുള്ള കത്ത് CBI-ക്ക് എഴുതി ഇവനെ കുറിച്ച് അന്വേഷിക്കണം എന്ന് പറഞ്ഞിട്ട്. അത് രാഷ്ട്രീയ സത്യസന്ധതയല്ലേ? അത് മര്യാദയല്ലേ? അതല്ലേ മാന്യത? നിങ്ങൾ ചെയ്യോ? അതെങ്കിലും ചെയ്യാൻ നിങ്ങൾ തയ്യാറാവൂല. എന്നിട്ട് കക്കുക, മുടിക്കുക. എന്നാൽ ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും, അവർക്ക് വേണ്ടി ഭരിക്കാവുന്ന എന്തെങ്കിലും ഒന്ന്, അതൊന്നുമില്ല. ഞാൻ കുഞ്ഞനന്തനെ കുറിച്ച് പറഞ്ഞതാണ് ഇവരുടെ വലിയ പ്രശ്നം. ഞാൻ കുഞ്ഞനന്തൻ്റെ മരണത്തിൽ ദുരൂഹതയുണ്ട്. ഞാൻ കുറേ നേരം ആവർത്തിച്ച് പറയണു. കേസെടുക്കുമെന്ന് പാർട്ടി സെക്രട്ടറിയാണ് പറഞ്ഞത്. എടുക്ക് കേസ്. എന്താ എനിക്ക് കേസില്ലാണ്ട് അടങ്ങാറായിട്ട് കുത്തുക? 10-14 കേസുണ്ടല്ലോ വളർച്ച്. പക്ഷെ ഈ കേസ് നിങ്ങൾ എടുക്ക്.
എനിക്കെതിരെടുത്ത എല്ലാ കേസിൻ്റെ ആപ്പീസും പൂട്ടിക്കാൻ ഈ ഒരൊറ്റ കേസ് നിങ്ങൾ എടുത്താൽ എനിക്ക് പറ്റൂ. അത് അറിഞ്ഞോണ്ടാ പറയണത്. ഒരു കുഞ്ഞനന്ദനല്ല സഖാവേ വിഷയം. എൻ്റെ ടാർഗറ്റും കുഞ്ഞനന്ദനല്ല. TP-യെ കൊന്ന CH അശോകൻ എങ്ങനെയാ മരിച്ചത്? ഇതെങ്ങനെ? നിങ്ങൾ മലപ്പുറത്തുകാർക്ക് ആ പ്രശ്നമില്ല. ഞാൻ കണ്ണൂരിൽ 10 കൊല്ലം MLA ആണ്. MSF-ന്റെ കാലം മുതൽ ഞാൻ രാഷ്ട്രീയം കളിക്കുന്ന സ്ഥലങ്ങളിൽ ഉണ്ട് കണ്ണൂര്. എനിക്കറിയാം. ഷുക്കൂറിന്റെ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കിയിട്ട് തിരിച്ചു പോകുമ്പോ എന്റെ വണ്ടിയുടെ മുമ്പിലും പറകിലും പോകാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ CPM. എനിക്കറിയാം. മരിച്ചോടത്ത് പോയി വരുമ്പോ എനിക്കറിയാം കണ്ണൂരിനെ. നിങ്ങൾക്ക് TP-യെ കൊലപ്പെടുത്തിയാൽ കുറച്ചു ദിവസം പ്രസംഗാണ്, വർത്തമാനമാണ്. പത്രക്കാർക്ക് അങ്ങനെയാണ്. നമ്മളൊക്കെ പിരിഞ്ഞങ്ങ് പോകും. കണ്ണൂരിൽ അങ്ങനെയല്ല. കൊന്നവൻ പിന്നെയും കൊല്ലപ്പെടും, അവനെ കൊന്നവൻ പിന്നെയും. ഇതൊരു സീരീസാണ്. കുഞ്ഞനെന്ന് മാത്രമല്ലല്ലോ. ഞാൻ ചോദിക്കട്ടെ, ഫസലിനെ കൊന്ന 3 പ്രതികൾ 3 സ്ഥലത്ത് ഭീകരമാം വിധത്തിൽ കൊല്ലപ്പെട്ടു. പ്രതികൾ അന്വേഷിച്ച DYSP പറഞ്ഞു ദുരൂഹതയുണ്ട്. ഞങ്ങളുടെ പൊന്നുമോൻ ഷുക്കൂറിനെ കൊന്ന കൊലയാളി മറ്റൊരു കൊലയാളിയുടെ ഔട്ട്സ്പോക്കൺ ആയിട്ടുള്ള ഭാര്യ മരിച്ച നിലയിൽ കണ്ടെത്തി. ദുരൂഹ സാഹചര്യം. കഴിഞ്ഞ വർഷം നിങ്ങൾ ബോംബെറിഞ്ഞ് കൊന്ന മൻസൂറിന്റെ കൊലപാതകി വളയത്ത് പോയിട്ട് മരിച്ചു. ഇതെന്താണോ അങ്ങനെ? ഈ കൊന്നവനെ പിന്നെയും ആരാ നിങ്ങൾ ഈ കൊലയാളികൾ എന്നറിയോ? TP-യെ 50 വെട്ടുപെട്ടിയിട്ട് 50 വെട്ടൊരു ദേഹത്ത്. അവസാന ശ്വാസത്തിന് വേണ്ടി TP ഇങ്ങനെ പൊളയാണ്. ആ നിമിഷം വണ്ടിയുടെ ഡോറ് വലിച്ചു തുറന്നിറങ്ങിയിട്ട് 51ാമത്തെ വെട്ടുപെട്ടിയവന്റെ പേരാണ് കൊലയാളിയായ ഷാഫി. ഈ തെമ്മാടിക്കൂട്ടങ്ങൾക്ക് എവിടെയാണോ മനുഷ്യത്വം? ഒരാൾ എങ്ങനെ ആത്മഹത്യ ചെയ്യാ? ദുർബലമായ മനുഷ്യരാണ് ആത്മഹത്യയിലേക്ക് പോവുക. ഈ കൊലയാളികൾ ആത്മഹത്യ ചെയ്യോ? പിന്നെങ്ങനെ കണ്ണൂരിൽ ഇങ്ങനെ നിങ്ങളെ ഈ കൊലയാളി കൂട്ടങ്ങൾ ചത്തുമലച്ച് കിടക്കണത്? എന്നിട്ട് പറഞ്ഞ എന്നെ അങ്ങ് മൂക്കിൽ വലിക്കും അല്ലേ? എന്നെ അങ്ങ് നിങ്ങൾ കൊറേ കേസൊക്കെ കൊടുക്കണത്. നിങ്ങൾ എന്തൊക്കെ ചെയ്യണമെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അത് ചെയ്യ്. പക്ഷെ ഞാനൊരു കാര്യം പറയണു MP ഗോപിനാഥനോട്, നിങ്ങൾ കേസ് കൊടുക്കുന്നു പറഞ്ഞ സ്ഥിതിക്ക് കൊടുക്ക്. ഈ TP ചന്ദ്രശേഖരൻ വധക്കേസിലെ കുഞ്ഞനന്ദൻ, ഞാൻ കണ്ണൂർ അഴീക്കോട് MLA ആയിരിക്കുന്ന സമയത്താണ് കുഞ്ഞനന്ദൻ മരിക്കുന്നത്. അഴീക്കോട് വെറുതല്ല, സെൻട്രൽ ജയിൽ എൻ്റെ മണ്ഡലത്തിലാണ്. ആ സെൻട്രൽ ജയിലിലെ കുടൽക്കിണർ കുത്തിക്കൊടുത്ത് ഇപ്പം പോയാൽ കാണാം ബോർഡ് അവിടെ KM ഷാജിയുടെ MLA-യുടെ വക. അറിയോ നിങ്ങൾ? കുഞ്ഞനന്ദൻ്റെ കൈ പിടിച്ച് അതിനകത്ത് സംസാരിച്ചിട്ടുണ്ട്. ഒരു കുറിയ മനുഷ്യൻ എൻ്റെ അടുത്ത് വന്നിട്ട് കുഞ്ഞനന്ദൻ എന്ന് പറഞ്ഞിട്ട് കൈ തരുമ്പോൾ ഒരു വിറയൽ എന്നെ ബാധിച്ചിട്ടുണ്ട്. കാരണം TP എനിക്ക് അത്ര ഇഷ്ടമായിരുന്നു. TP എനിക്ക് അറിയാമായിരുന്നു, വ്യക്തിപരമായ ബന്ധമുണ്ടായിരുന്നു. അറിയോ നിങ്ങൾക്ക്? കൊലപാതക രാഷ്ട്രീയം. എന്നിട്ട് പറയാണ് മുസ്ലിങ്ങളെ കുറച്ച് തരിപ്പ് കയറ്റുക, ക്രിസ്ത്യാനികളെ കുറച്ച് തരിപ്പ് കയറ്റുക, തെരഞ്ഞെടുപ്പാകുമ്പോൾ സെന്റിമെന്റ്സ് എല്ലാം കൂടി വാരിക്കൂട്ടി കൊട്ടാലിടുക, എന്നിട്ട് ജയിക്കുക. 10 റുപ്യൻ്റെ ഉപകാരം അവർക്കില്ല. ഇത് സ്ഥിര നമ്പറാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾ എന്തു പറഞ്ഞാലും പറയണില്ലേ? എന്താ പറയുക? കേന്ദ്രം. ഇവിടെ ഈ കേന്ദ്രം എവിടെയുള്ളൂ? തമിഴ്നാട്ടിലെ കേന്ദ്രം ബംഗ്ലാദേശാ? കർണാടകയുടെ കേന്ദ്രം പാകിസ്ഥാനാ? ഇന്ത്യൻ അല്ലേ? എന്നാ പിന്നെ പൊന്നാനിന്ന് ഡീസൽ അടിച്ചാൽ നിങ്ങൾ കർണാടകയിൽ പോയി അടിച്ചാൽ 10 റുപ്യ കുറവാണല്ലോ. സിദ്ധരാമയ്യ റഷ്യന്ന് നേരിട്ട് പെട്രോൾ ഇറക്കുക. മോദിന്റെ പെട്രോളല്ലേ? എങ്ങനെ കുറയണത്? മോദി വില കൂട്ടിയപ്പോൾ സിദ്ധരാമയ്യ വില കുറച്ചു. മോദി വില കൂട്ടിയപ്പോ പിണറായി വില കൂട്ടി 2 രൂപ. പിന്നെ എങ്ങനെയാണോ ഈ നാട് നന്നാവുക? ഇവിടുത്തെ അരിയുടെ വിലയാണോ ഗുണ്ടിൽപേട്ട? ഇവിടുത്തെ അരിയുടെ വിലയാണോ ഗൂഡല്ലൂര്? പഞ്ചസാരയുടെ, പച്ചക്കറിയുടെ അവിടെ വില കുറവാണല്ലോ. ഇതാ പെണ്ണുങ്ങൾ, ഞാൻ എപ്പം പറയുന്നതാണ്, നിങ്ങളുടെ പെണ്ണുങ്ങൾക്കൊക്കെ ആ തമിഴ്നാട്ടിലും കർണാടകയിലൊക്കെ പോയിക്കോളി. എന്ത് സുഖമാണ്. നിങ്ങൾ പദവ രാവിലെ ഭർത്താവായിട്ടൊന്ന് തെറ്റിന്ന് കൂട്ടുക, തെറ്റിയാൽ നേരെ ബസ് കയറി കുത്തിർക്കുക. അങ്ങനെ പോകുമ്പോൾ കാഴ്ചയൊക്കെ കാണുമ്പോൾ മനസ്സിൻ്റെ പിരിമുറുക്കൊക്കെ മാറും. ഭർത്താവിന് കൊയ്താറാകുമ്പോഴത്തേനും മൂപ്പര ടെൻഷനും തീരും. ഉഷാറ. ബസ്സിന് പൈസ കൊടുക്കണ്ടെന്ന്, പെണ്ണുങ്ങൾക്ക് ഫ്രീ ആണ്. കർണാടകയിലും തമിഴ്നാട്ടിലും പെണ്ണുങ്ങൾക്ക് സ്റ്റേറ്റിൽ മുഴുവൻ യാത്ര ചെയ്യാൻ ഫ്രീ ആണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്. ഇവിടെയാണ് ബസ്സിന് പൈസ കൊടുത്താൽ മാത്രം പോരാ, ബസ്സിൻ്റെ പുറത്ത് സർക്കാരിൻ്റെ പരസ്യം മൂപ്പര മോന്ത. അന്ന് വെള്ളം കുടിക്കാൻ തോന്നൂല. പിന്നെ എങ്ങനെയാണ് പിണറായി ആ ഒരു മനുഷ്യൻ അംഗീകരിക്കും? ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്ക്.
മൈക്ക് വരെ സമ്മതിക്കണില്ല, പ്രസംഗിക്കാൻ സമ്മതിക്കണില്ല. മൈക്കിനിങ്ങ് മടുത്തിട്ട് ആനനെ പറ്റി പറയുമ്പോൾ ഒരിക്കൽ കൊച്ചിനനിപ്പോൾ പറയുന്നുണ്ട്, ആനക്ക് എന്താ ബോറടിക്കൂലെന്ന്. എടോ മൈക്കിനും ബോറടിക്കടോ. ഈ തള്ള എത്ര സഹിക്കുക. മെഞ്ഞാൻ നോക്കുമ്പോൾ മൂപ്പരെന്തോ പറയുന്നു, മൈക്ക് വേറെന്തോ പറയുന്നു. മൈക്ക് സ്വയം സംസാരിച്ചു തുടങ്ങി, മടുത്തിരിക്കാൻ. കഴിഞ്ഞ ഇവിടുത്തെ സ്ഥാനാർത്ഥിൻ്റെ ഒക്കെ എന്താണ് കഴിഞ്ഞ മുമ്പൊക്കെ പൊന്നാനി മത്സരിക്കുമ്പോൾ സ്ഥാനാർത്ഥിൻ്റെ ചെറിയ ഫോട്ടോ, മുകളിൽ പിണറായിയുടെ ഫോട്ടോ. ഇപ്പം എന്താ ഫോട്ടോ ഇല്ലാത്തത്? ഇവിടെ 1500 ഹോർഡിങ്ങിന് ഓർഡർ കൊടുത്തിട്ട് റദ്ദ് ചെയ്തു സർക്കാർ. എന്താ കണ്ടെത്തിയെന്നറിയോ? ഒരു മോന്തൊക്കെ 1000 വോട്ട് വെച്ച് കുറയും. അവിടെ വേണ്ടാച്ചു. സ്റ്റാർ ക്യാമ്പയിനറാണ്. ഇല്ല, ഒരു സ്ഥലത്തില്ല, പോകുന്നവിടെ തന്നെ ആളില്ല, നിരീക്ഷണം നടത്തി പോവാണ്. എത്രമാത്രം ജനങ്ങൾക്ക് ഉപകാരം. എന്നിട്ട് AK ബാലൻ പറയാണ്, എന്നാലും സഖാക്കളെ നിങ്ങൾ വോട്ട് ചെയ്യണം. എന്തിന്? ചിഹ്നം രക്ഷിക്കാൻ. ചിഹ്നം രക്ഷിക്കാൻ. നമ്മൾ ഇന്ത്യ രക്ഷിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട് വോട്ട് ചെയ്യുമ്പോഴാണ് മൂപ്പര് ചിഹ്നം രക്ഷിക്കാൻ വേണ്ടി വോട്ട് ചെയ്യണത്. അല്ലെങ്കിൽ ആജാതി ചൊറുക്കുള്ള ചിഹ്നാണോ വാല? അരിവാളും ചുറ്റികയൊക്കെ അല്ലേ? അതങ്ങ് പോയാൽ തന്നെ നല്ല ചിഹ്നല്ലേ? ബോംബ് പിടിച്ചോളി, ബോംബ് വെച്ചാൽ മതി. അരിവാളിനേക്കാൾ കുറച്ചുകൂടെ മാരകമായ സാധനമാണ്, നിങ്ങൾക്ക് പറ്റിയ ചിഹ്നാണ്. അത് ചെയ്താൽ പോരെ? എന്തൊരു പാർട്ടിയുടെ. എന്നിട്ട് പറയാൻ BJPയെ തോൽപ്പിക്കാൻ, കോൺഗ്രസിനെ തോൽപ്പിക്കാൻ നിങ്ങൾക്ക് വോട്ട് ചെയ്യണല്ലേ? സഖാവേ, നേരം കിട്ടുമ്പോൾ ആ ഗൂഗിൾ എടുത്തിട്ടൊന്ന് സെർച്ച് ചെയ്യ്. ഈ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയിൽ എത്ര സീറ്റ് ഉണ്ട്? 543 സീറ്റ്. നിങ്ങൾ എത്ര സീറ്റിൽ മത്സരിക്കുന്നുണ്ട്? പഞ്ചാബി ഹൗസിൽ ദിലീപ് ഹരിശ്രീ അശോകനോട് പറയുന്നുണ്ട്, ഹരിശ്രീ അശോകൻ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ദിലീപ് പറയുന്നുണ്ട്, ഒക്കെ ശരിയാണ്, പക്ഷെ കല്യാണം കഴിക്കണമെങ്കിൽ മിനിമം താലി കെട്ടാനുള്ള ആരോഗ്യമെങ്കിലുമാണെന്നാണ്. എടോ, 543 സീറ്റിൽ തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോൾ മിനിമം ഒരു 50 സീറ്റിൽ നോമിനേഷൻ കൊടുക്കാനുള്ള ആപതെങ്കിലും ഉണ്ടെങ്കിൽ വർത്താനം പറഞ്ഞാൽ പോരെ. അപ്പം നിങ്ങൾ ലീഗോ? ഇവിടെ ലീഗ് ചെറിയ പാർട്ടിയാടോ, ഞങ്ങൾ ചെറിയ കൈവഴിയാണ്. പക്ഷേ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന മഹാസമുദ്രത്തിൽ ഞങ്ങളുടെ കൈവഴി ചേർത്ത് വെച്ചിട്ടാണ്. ആ കോമൺ സെൻസ് ആണ് ഞങ്ങൾ നയിക്കണത്. അറിയാം, നിങ്ങൾ ഒറ്റയ്ക്ക് ഇതങ്ങ് ഏമാത്തുക്കളെന്ന് പറഞ്ഞ് നടക്കാൻ നിങ്ങൾക്ക് അതിനു മാത്രം കഴിയേണ്ട. അല്ലെങ്കിൽ എവിടെ? നിങ്ങൾ ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ തവണ BJPക്ക് CPMന് പാർലമെന്റിലുണ്ടായിരുന്ന 3 MP, ലീഗിന് 3 MP. അതിൽ കേരളത്തിൽ നിന്ന് ഒരു കനൽത്തരി മാത്രം ആരിഫ്. ബാക്കി 2 തമിഴ്നാട്ടിൽ നിന്നാടോ. ലീഗിൻ്റെയും കോൺഗ്രസിൻ്റെയും DMKയുടെയും കൊടി കൂട്ടി കെട്ടിയിട്ടാണ് തൻ്റെ 2 MP ജയിച്ചതടോ. അത്രേ ഉള്ളൂ. നിങ്ങൾ ഈ മാഹി ബൈപ്പാസ് വന്നുകൊണ്ട് എനിക്ക് ഭയങ്കര ഉഷാറാണ്. കണ്ണൂരൊക്കെ പഴയ മണ്ഡലല്ലേ, പോയി വരാനൊക്കെ ഭയങ്കര സ്പീഡ് പോകാം. പക്ഷേ CPMമാർക്ക് ഇഷ്ടമായില്ല മാഹി ബൈപ്പാസ് വന്ന്. കാര്യം എന്താണ്? ആ ബൈപ്പാസ് കൂടെ അനൗൺസ് ചെയ്തുകൊണ്ട് പോവാൻ. രാഹുൽ ഗാന്ധിക്ക് വേ എന്നറിയുമ്പോഴത്തേന് വടകരെത്തി ഇന്ത്യന്ന് പറയാൻ വയ്യ. മാഹിയിൽ രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ടാണ് പ്രകടനം. പക്ഷെ മാഹി കഴിഞ്ഞു, അപ്പോഴത്തേക്ക് ബൈപ്പാസ് കഴിഞ്ഞു. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് വേണ്ടി എന്ന് പറയാൻ വയ്യ. ഇതെന്തൊരു പാർട്ടിയാണോ? സ്വന്തം ഒരു ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്, സഖാക്കളോട്. ഈ 26-ാം തീയതി കഴിഞ്ഞിട്ട് സീതാറാം യെച്ചൂരിയുടെ ടൂർ പാക്കേജ് ഒന്ന് പറഞ്ഞു തരുമോ നിങ്ങൾ? 26-ാം തീയതി കഴിഞ്ഞാൽ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞില്ലേ? അതുവരെയല്ലേ പൊന്നാനി താനൂർ ട്രിപ്പ് അടിക്കാൻ പറ്റുള്ളൂ. അത് കഴിഞ്ഞാൽ രാഹുൽ ഗാന്ധി പോകുന്ന സ്ഥലത്ത് വണ്ടിയിൽ കയറി പോകുന്ന പണിയാണ് ഈ പറയുന്ന സീതാറാം യെച്ചൂരിക്ക്. അറിയോ നിങ്ങൾ? പാക്കേജ് ഒന്ന് എടുത്തു പറയുങ്ങൾ. നിങ്ങൾക്ക് ഒരു നിലപാടുമില്ല, പരിപാടിയുമില്ല, പദ്ധതിയുമില്ല. ഒറ്റ കാര്യം ഞാൻ പറയട്ടെ, നിങ്ങളോട് സമദാനിയെ ജയിപ്പിക്കണമെന്ന് പറയുന്നത് ഈ രാജ്യത്തിന് വേണ്ടി വോട്ട് ചെയ്യുന്നതിന് വേണ്ടിയാണ്. ഇന്ത്യയുടെ പാർലമെന്റ് ഡൽഹിയിൽ നട്ടപ്പാതിരക്ക് ഒരു പെൺകുട്ടി കാശ്മീരിലെ ഏതോ കുഗ്രാമത്തിൽ പീഡിപ്പിക്കപ്പെട്ടു എന്ന് കേൾക്കുമ്പോൾ തണുത്തുറഞ്ഞ ഡൽഹിയിലെ തണുപ്പിൽ പുതപ്പ് വകഞ്ഞു മാറ്റി പുറത്തിറങ്ങി സമരത്തിന് പോകുന്ന രാഹുൽ ഗാന്ധിയുണ്ട്. ഇന്ത്യയുടെ തെരുവുകൾ മുഴുവൻ ഈ രാജ്യത്തിന് വേണ്ടി സമരം ചെയ്യാൻ മനുഷ്യനുണ്ട്. പ്രതിപക്ഷത്തായാലും ഉണ്ടാകും നരേന്ദ്രമോദിയും അമിത്ഷയും. ഈ രാജ്യത്തിന്റെ പുരോഗമനത്തിലേക്ക് രാജ്യത്തെ ഇന്ത്യ മുന്നണി കൊണ്ടുപോകുമ്പോ അവരവിടെ ഉണ്ടായാലും അവരുടെ കുതന്ത്രങ്ങളെ വെല്ലാൻ രാഹുലിന് കരുത്തു പകരാൻ ഈ പൊന്നാനിക്കാരന് കൊടുക്കാവുന്ന സമ്മാനമാണ് അബ്ദുസ്സമദ് സമദാനിക്കുള്ള വോട്ട് എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് സമദാനിക്കല്ലെന്ന് നിങ്ങൾ ഓർക്കണം. നിങ്ങൾ വോട്ട് ചെയ്യുന്നത് ഇന്ത്യക്ക് വേണ്ടിയാണ്, ഇന്ത്യയെ ഉണ്ടാക്കാനാണ്. ഇവർ നശിപ്പിച്ചു തകർക്കുന്ന ഇന്ത്യയെ പുനഃസ്ഥാപിക്കാനാണ്. ആ വോട്ടാവട്ടെ ഇത്തവണത്തെ നിങ്ങളുടെ UDFനുള്ള വോട്ട് എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. ജയ് ഹിന്ദ്.